വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്നതും അതേപോലെ ഫ്രിഡ്ജിൻ്റെ ഒരു ചെറിയ ഡീപ്പ് ക്ലീനിങ്ങും ആണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു ഫ്രീസറിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാടൊന്നും അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയില്ല. പക്ഷേ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഈ ഫ്രോസൺ വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ട്രേയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം അത് എടുത്ത് നോക്കിയിട്ട് വേണം അവിടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതായത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ കളയാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസിൻ്റെ ട്രേയിലൊക്കെ കുറച്ചൊരു അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾ തൊട്ടിട്ടൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പം ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട അങ്ങനത്തെ സമയം അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിൽ റാക്കൊക്കെ ജസ്റ്റ് ബോട്ടിൽസൊക്കെ മാറ്റിയ ശേഷം ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റായിട്ട് സാധനങ്ങൾ ഇങ്ങനെ ഫില്ലായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല പൊടിയും അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു എഗ്ഗിൻ്റെ ട്രേയിലൊക്കെ അത്യാവശ്യം നല്ല പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ അത്ര നീറ്റ് ആവില്ല കേട്ടോ. അതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ എന്ത് സാധനങ്ങൾ വെക്കുമ്പോൾ അടച്ചിട്ട് വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫുഡിൻ്റെ സ്മെല്ല് ബാക്കിയുള്ളതിലേക്കൊക്കെ സ്പ്രെഡ് ആവാനും പിന്നെ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനതേപോലെ ഇങ്ങനെ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ വെള്ളം വെക്കാറുള്ളത്. അപ്പോൾ ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് ഈ സോസ് എല്ലാം കൂടെ തന്നെ ഫില്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഫസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റാണ്. പിന്നെ ഈ വെജിറ്റബിൾ ബോക്സും മൊത്തത്തിലെടുത്ത് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയ ശേഷമാണ് കേട്ടോ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഒരുവിധം എല്ലാം മാറ്റി കഴിഞ്ഞു കേട്ടോ. ഇനി ഈ ഒരു ഷെൽഫ്സ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ആ പവർ ഓഫ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പവർ ഓഫ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ നനഞ്ഞ തുണി വെച്ച് തുടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പവർ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു. ഈ ഷെൽഫ്സൊക്കെ ഊരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു താഴെ ഒരു ക്ലിപ്പുണ്ട്, അത് ജസ്റ്റ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ച് വെക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പതുക്കെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാ ഷെൽഫ്സും ഊരിയെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതുണ്ടോ ഈ സൈഡിലൊക്കെ നമ്മുടെ ഈ ഓരോ ഫുഡിൻ്റെയും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊടികളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഗ്ലാസ് ഐറ്റംസൊക്കെ കഴുകി വെക്കാൻ വേണ്ടി പോകാം കേട്ടോ. നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെക്കുകയാണ്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ട്രേകളും ഇങ്ങനെ കഴുകി കൊടുക്കണം കേട്ടോ. ഇനി ഈ വെജിറ്റബിൾ ബോക്സ് ആണ് കേട്ടോ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലുള്ള എല്ലാ വെജിറ്റബിൾസിനെ എടുത്ത് മാറ്റാണ്. അതിന് ശേഷമാണ് ഇതൊന്ന് കഴുകി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലും ഇതേപോലെ ഓർഡർ ഇല്ലാതെ കേട്ടോ വെജിറ്റബിൾസൊക്കെ ഉള്ളത്. അപ്പോൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ട് ഇനി ഇതിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം കഴുകിയതിന് ശേഷം. നെക്സ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് ചെറിയ, അതായത് ഒരുപാട് ഹാർഡായിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിക്കരുത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഉരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ പോവും. അതിന് ശേഷം നമ്മളൊരു നനഞ്ഞിട്ടുള്ളൊരു തുണി വെച്ചിട്ട് ജസ്റ്റ് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ.
അപ്പോൾ തന്നെ കംപ്ലീറ്റ് ക്ലീനായി കിട്ടും. ഇനി എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ട്രേയും കാര്യങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം വെച്ച് കൊടുക്കുക. ഇനി ഈ ഡോറിൻ്റെ ഏരിയയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ, എഗ്ഗും കാര്യങ്ങളൊക്കെ. അതേപോലെ എഗ്ഗിൻ്റെ ട്രേയും ഈ ബോട്ടിൽ റാക്കും ഒക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ഈ എഡ്ജുകളിലൊക്കെ നല്ല അഴുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ അത് പോകണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്ക്രബ്ബർ അല്ലെങ്കിലും നമ്മുടെ കയ്യിൽ പഴയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഉരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരിയ ഒക്കെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ എഗ്ഗിൻ്റെ ട്രേയും ബോട്ടിലിൻ്റെ റാക്കും എല്ലാം കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ അതും കഴുകി തുടച്ചതിന് ശേഷം വീണ്ടും അത് നേരെ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ എല്ലാ ഏരിയയും നീറ്റാക്കി ക്ലീൻ ചെയ്ത് തുടച്ച് എല്ലാ സാധനങ്ങളും കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഇങ്ങനെ ചിക്കനൊക്കെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ അത്യാവശ്യം വേണ്ടതൊക്കെ നന്നായിട്ട് മുളകൊക്കെ പുരട്ടി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെക്കാറുള്ളത്. ഫ്രീസറിൽ വെക്കാറില്ല. എനിക്ക് ഡെയിലി യൂസിന് എടുക്കാനുള്ളൊരു ഈസി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് നാൾ ഒന്നും വെക്കേണ്ടതില്ല, ഒരു 1 വീക്കിലേക്കുള്ളതാണ് അങ്ങനെ വാങ്ങി വെക്കാറുള്ളത്. അടുത്തത് ഇതേപോലെ എഗ്ഗ്, പിന്നെ ഇങ്ങനെ തേങ്ങ ചിരവിയിട്ട് ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ അടപ്പുള്ള ഒരു പാത്രത്തിൽ വെച്ച് വെക്കാറുണ്ട്. പിന്നെ ഇതേപോലെയുള്ള ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ഇത് മിക്സഡ് ആയിട്ടും വെക്കാറുണ്ട്, അല്ലാതെ സെപ്പറേറ്റ് ബോക്സ് ആക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഞാനിങ്ങനെ ഒരു മിക്സഡ് ആയിട്ട് ഒരു ബോക്സിൽ വെക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ബോക്സ് എടുക്കുന്നതിന് പകരം ഒറ്റൊന്ന് എടുക്കുക എന്നുള്ള ആ ഒരു ഈസി ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതേപോലെ മല്ലിച്ചപ്പ്, പിന്നെ കറിവേപ്പില, ഇങ്ങനെയുള്ള സാധനങ്ങളും ഇതേപോലെ അടച്ചു വെക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നാൾ നിൽക്കും കേട്ടോ. നെക്സ്റ്റ് ഈ വെജിറ്റബിൾ ബോക്സിൽ ഞാനങ്ങനെ തക്കാളിയും അതേപോലെ ബീട്രൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് കുക്കുംബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്താൽ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഉപ്പിലിട്ട സാധനങ്ങൾ ഒക്കെ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി താഴെയുള്ള ഭാഗത്ത് സോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണേ. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ഫ്രീസർ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫ്രീസറിൽ പിന്നെ ഒരുപാടൊന്നും പൊടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാണ്.
ഇതൊരു ഐസ് പാക്കാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ പവർ ഇല്ലാത്ത സമയത്തും കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഈ ഐസ് ട്രേയിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഒന്ന് റീഫിൽ ചെയ്ത് കൊടുത്തേ കേട്ടോ. എല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. പിന്നെ അതേപോലെ നമുക്ക് സ്നാക്സ് ഐറ്റംസൊക്കെ ഇപ്പോൾ ഈ കട്ട്ലേറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് അത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ ഇങ്ങനെ ഫ്രീസറിൽ വെക്കാറുണ്ട്. ഫിഷൊക്കെ കൂടുതൽ വാങ്ങിക്കുന്ന സമയത്തും ഇതേപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടൊരു സാധനം കേട്ടോ. നമുക്ക് വല്ല പെയിനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കോൾഡ് പാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഞാനിങ്ങനെ ഫ്രീസറിൽ വെക്കാറുണ്ട് കേട്ടോ. ഇത് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ ഒരു ഭംഗിക്ക് അവിടെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിവശമൊക്കെ ഞാൻ ഇപ്പോൾ അടുത്ത് ഡീപ്പ് ക്ലീൻ ചെയ്ത സമയത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ഡീപ്പ് ക്ലീനിങ് ഫ്രിഡ്ജിൻ്റെത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കാനും അതേപോലെ ക്ലീൻ ആയിട്ട് ഇരിക്കാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ഇതിങ്ങനെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.